ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു തേങ്ങാച്ചോറ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു തേങ്ങാച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നമ്മളുടെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്കോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കോട്ട് കുറച്ച് രമ്പയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം. അതിന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു തേങ്ങയാണ്. നമുക്കിതിൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് അരി നോക്കാം. അതിന് ഞാൻ എടുത്തേക്കുന്നത് 4 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. പാത്രം നിറയുള്ളത് 4 നാഴി അരിയാണ്. അപ്പോൾ ഈ അരിക്ക് 2 പാത്രം, ഈ പാത്രത്തിൻ്റെ അളവിൽ 2 പാത്രം തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതേ നമ്മളുടെ ആ ഒരു സവാളേൻ്റെ മിക്സൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കോട്ട് അരി ചേർത്ത് ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ റൈസ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാൻ വെക്കാം. അതേ കണ്ടോ, നമ്മളുടെ ടേസ്റ്റി ഫുഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല തേങ്ങാച്ചോറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അഥവാ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.